ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ-യുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. വാരിയെല്ല് തകർത്ത് വെടിയുണ്ട ഹൃദയത്തിൽ തുളച്ചു കയറിയെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മൃതദേഹം ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ ബന്നാർഘട്ടയിലാണ് സംസ്കാരം. മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പോലീസിൽ പരാതി നൽകി. കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ റോയ് CJ-യുടെ സഹോദരൻ ബാബു CJ രംഗത്തെത്തി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോൾ ഞാൻ ഫാമിലിയൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞ. ബംഗളൂരുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായുണ്ട്. ശ്രീനാഥ്, ഈ എന്ത് കാരണം കൊണ്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD റോയ് CJ ആത്മഹത്യ ചെയ്തത്, അദ്ദേഹം സ്വയം വെടിവെച്ചത് എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ സംശയങ്ങൾ എന്തൊക്കെയാണ്? പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് സഹോദരൻ ബാബു അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്തൊക്കെ, എപ്പോഴാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക, സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി. GK, ഏതായാലും ആത്മഹത്യ എന്ന കാര്യത്തിന് ഏതാണ്ട് സ്ഥിരീകരണം ഇപ്പോൾ വരികയാണ്. പോസ്റ്റ്മോർട്ടം ഏതാണ്ട് 2 മണിക്കൂറിലധികം സമയം നീണ്ടു നിന്നു. അത് ചെയ്ത ഡോക്ടർമാരിൽ നിന്ന് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലൊന്ന്, ഇടതുവശത്ത് നെഞ്ചിൻ കൂട് തകർത്ത് വെടിയുണ്ട അകത്തേക്ക് പോയിട്ടുണ്ട്. ഒരൊറ്റ വെടിയുണ്ടയാണ്. അത് ശരീരത്തിനുള്ളിലൂടെ തുളച്ച് പുറത്തേക്ക് വന്നിട്ടില്ല. അത് ഹൃദയത്തിൽ തറച്ചു നിൽക്കുന്നതാണ്. 5ാമത്തെ റിബ് തുളച്ചാണ് അത് ഹൃദയത്തിലേക്ക് കയറുന്നത്. ആ വെടിയുണ്ട ഏതായാലും പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രാഥമികമായ പരിശോധനയിൽ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് വലത് കൈകൊണ്ട് വെടിവെച്ചു എന്നതാണ്. ഒരല്പം ഡൗൺവേർഡ് പൊസിഷൻ, താഴേക്കുള്ള പൊസിഷനിലാണ് വെടിയുണ്ട ഉണ്ടായിരുന്നത് എന്നതുകൂടി ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാഥമികമായ വിവരങ്ങൾ ആത്മഹത്യ തന്നെയാണ്, വലത് കൈകൊണ്ട് വെടിവെച്ചു എന്ന രീതിയിൽ തന്നെയാണ്, സ്വയം വെടിവെച്ചു എന്ന തരത്തിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിലും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അസ്വാഭാവികമായ ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമികമായ റിപ്പോർട്ട് ഉടനെ തന്നെ തയ്യാറായത് പോലീസിന് കൈമാറും. ഒപ്പം തന്നെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നാലെ വരികയും ചെയ്യും. ഏതായാലും കുടുംബം ഇത് ആത്മഹത്യ എന്ന രീതിയിൽ തന്നെയാണ് കുടുംബവും ഇതിനെ കാണുന്നത്. പക്ഷേ അതിനുള്ള കാരണം അത് ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന രീതിയിലാണ് കുടുംബം അതിന് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ ആദായ നികുതി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഡോക്ടർ റോയ്ക്കെതിരെ വലിയ സമ്മർദ്ദം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സഹോദരനുമായി ഡോക്ടർ റോയ് സംസാരിച്ചത്. ആ സമയവും തനിക്ക് മേലുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നതാണ് സഹോദരൻ പറയുന്നത്. ദുബായിലായിരുന്ന ഡോക്ടർ റോയിയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഓഫീസിലേക്ക് എത്തിയത്. കഴിഞ്ഞ 3 ദിവസമായി ഈ ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഡോക്ടർ റോയ് എത്തുന്നത്. അതിനുശേഷം അവിടെ വെച്ച് ചോദ്യം ചെയ്യൽ നടന്നു. 1 മണിക്കൂറിലേറെ അത് നീണ്ടു നിന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക്, ചേംബറിലേക്ക് പോയി ചില ഫയലുകൾ എടുക്കാൻ എന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ അകത്ത് കയറി അദ്ദേഹം വാതിൽ കുറ്റിയിട്ടു. പക്ഷേ അകത്തേക്ക് ആരും വരരുത്, ആരും തന്നെ ശല്യം ചെയ്യരുത് എന്നും അറിയിച്ചു. പിന്നീട് 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വെടിവെച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി എന്നതാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇന്നലെ നൽകിയ പരാതിയിൽ, 5 പേജുള്ള പരാതിയിൽ, പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് ബൗറിംഗ് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തി. ഇടയിൽ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. 2 മണിക്കൂറിലേറെ അത് നീണ്ടു നിന്നു. മൃതദേഹം ഇവിടെ തന്നെ സൂക്ഷിക്കും. നാളെ രാവിലെ 10 മണിയോടെ അദ്ദേഹത്തിന്റെ ഒരു റിസോർട്ട്, ബന്നാർഘട്ടയിലുള്ള റിസോർട്ടിലേക്ക് മൃതദേഹം പൊതുദർശനത്തിലേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് 2 മണിവരെ അവിടെ ഉണ്ടാകും. അതിനുശേഷം മതപരമായ ചടങ്ങുകളായി പള്ളിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഈ ബന്നാർഘട്ടയിലെ റിസോർട്ടിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ അവിടെ വെച്ച് നടക്കും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ കുടുംബം അറിയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുടുംബം ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. രാവിലെ ഡോക്ടർ റോയിയുടെ സഹോദരൻ വിദേശത്തായിരുന്നു. അദ്ദേഹം നേരിട്ട് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിയായിരുന്നു. റോയിയുടെ മറ്റു കുടുംബാംഗങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നു. ഭാര്യയും മകനും അടക്കമുള്ളവർ ദുബായിൽ നിന്ന് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. അവരുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്ന വിവരം കൂടിയുണ്ട്. ആദായ നികുതി വകുപ്പ് ഒരുപക്ഷെ ഇന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടിലാണ് ആദായ നികുതി വകുപ്പ്. സൗഹാർദ്ദപരമായ മൊഴിയെടുപ്പ് മാത്രമായിരുന്നു നടന്നത് എന്ന രീതിയിലാണ് പ്രതികരണം. അതൊരു ഔദ്യോഗിക വാർത്താക്കുറിപ്പായി ഒരുപക്ഷെ ഇന്ന് തന്നെ ആദായ നികുതി വകുപ്പ് പുറത്തിറക്കിയേക്കും. GK.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.